ഷാലോമിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഏദൻ തോട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മുഖപടമണിഞ്ഞു നിന്നും നീലാകാശ കുടയുടെ കീഴിൽ വെയിൽ കാഞ്ഞും ഭൂമി വാഴുന്നും ഋതുഭേദ നിറങ്ങളാടും ആവാസഗേഹമായി ജീവനും മനുഷ്യനും നീ. അനന്തവും അജ്ഞാതവും അവർണ്ണനീയവുമായ ഈ മഹാപ്രപഞ്ചം എത്ര സുന്ദരമാണ്! ദൈവസൃഷ്ടിയുടെ വിസ്മയകരമായ അപാരത. ക്ഷീരപദങ്ങളിലെ കോടാനുകോടി ധൂളീപടലങ്ങളിൽ പോലും അത് പ്രകടമാണ്. ദൈവചൈതന്യത്തിൻ്റെ മൂർത്തമായ അണുവിസ്ഫോടനം. മനുഷ്യൻ നിത്യനല്ല, അനിത്യനായവൻ ആണ് മനുഷ്യൻ എന്നുള്ള ആ ഒരു തിരിച്ചറിവോടുകൂടി പ്രകൃതിയെ സൂക്ഷിച്ച് വിനിയോഗിക്കേണ്ടതാണ്, കൈകാര്യം ചെയ്യേണ്ടത്. നമ്മുടെ പൂർവികർ അവർ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നത് ആത്മീയ പരിവേഷത്തിൻ്റെ പിൻബലത്തോടു കൂടി തന്നെയാണ്. ദൈവത്തിൻ്റേതായതുകൊണ്ട് ഇത് ആകാശവും ഭൂമിയും എൻ്റേതെന്ന് പറയരുത്, നിൻ്റേതെന്നും പറയരുത്. ദൈവത്തിൻ്റേതാണ്, ദൈവത്തിൻ്റേത് മാത്രം. അവർക്ക് മന്ന കൊടുത്തപ്പോൾ അന്നന്നത്തേക്കുള്ളത് മാത്രമേ സംഭരിക്കാവെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ അന്നന്നേക്ക് ഉള്ളത് എന്ന ആ വാക്യത്തെ മറന്നിട്ട് തലമുറകളിലേക്ക് കൈമാറാനുള്ള സ്വത്ത് ആയിട്ട് ഭൂമിയെ കൈകാര്യം ചെയ്യുകയും അങ്ങനെ ഭൂമിയെ നമ്മൾ ഒരു വശത്തേക്ക് മാത്രം ഒതുക്കുകയും ചെയ്തപ്പോൾ ഈ ഭൂമിയുടെ അളവുകോലുകളെല്ലാം തെറ്റിപ്പോയി. അന്ധകാരത്തിന് മുകളിൽ ഒരു ചൈതന്യം ചലിച്ചു. ഇരുട്ടിന് മുകളിൽ ഒരു ചൈതന്യം ചലിച്ചു. ജലങ്ങൾക്ക് മീതെ ഒരു ചൈതന്യം ചലിച്ചു. പിന്നെ അങ്ങോട്ട് സൃഷ്ടിയാണ്. ലെറ്റ് ദെയർ ബി, ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ. പ്രകാശമുണ്ടായി, സൂര്യനുണ്ടായി. ഓരോ കിരണവും എല്ലാ ദിവസവും രാവിലെ നമ്മെ വിളിച്ചുണർത്തുന്നു. സൂര്യൻ നമ്മുടെ മുറിക്കുള്ളിലേക്ക് കടക്കുന്നു. പ്രകാശം ചലിച്ചുകൊണ്ടേയിരുന്നു.
സൃഷ്ടിയുടെ വിവരണം നമ്മൾ ബൈബിളിൽ കാണുന്നത് ഒരു ക്രമാനുഗതമായ ഒരു വളർച്ച അതിൽ കാണുന്നുണ്ട്. ആദ്യമേ തന്നെ പാഴായിട്ട് ശൂന്യമായിട്ട് കിടക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ജീവൻ്റെ തുടിപ്പ് ഉയർക്കൊള്ളുന്നതായിട്ടും, പിന്നീട് ഈ പ്രപഞ്ചത്തിലെ ഗോളങ്ങളെ, പ്രകാശഗോളങ്ങളെ അതിൻ്റേതായ സ്ഥാനങ്ങളിൽ ഉറപ്പിക്കപ്പെടുന്നു, കര ഭൂമിയിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നു, ഒരു ഓർഡർ, ഒരു ഹാർമണി അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ സങ്കല്പമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ആ ഓർഡറിൽ സൃഷ്ടിയുടെ ഓരോ ഘട്ടങ്ങൾ പിന്നിടുകയാണ്. അങ്ങനെ 6 ദിവസങ്ങളിലൂടെ സംഭവിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു കാവ്യാത്മകമായ ഭംഗി അല്ലെങ്കിൽ കഥയുടെ ഒരു വിവരണാത്മകത ഒക്കെ ചേർത്ത് വരുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഒടുവിലാണ് ഈ നിർമ്മിക്കപ്പെട്ട ഈ വലിയ ആവാസ വ്യവസ്ഥിതിക്ക് ഒരു സൂക്ഷിപ്പുകാരൻ്റെ റോളിലേക്ക് അവിടെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൃഷ്ടികർമ്മം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് തുടർന്നുകൊണ്ട് പോവുകയാണ് ഒരു കൃഷിക്കാരൻ്റെ ചുമതല. ആരംഭം കുറിച്ച ദൈവം അവനെ വിശ്വസിച്ച് ഫലമേൽപ്പിക്കുന്ന പൗത്രമായ ഒരു കർമ്മമായിട്ട് എനിക്ക് തോന്നുകയാണ്. അപ്പം ഏദൻ തോട്ടം സൂക്ഷിക്കുവാനും കൃഷി ചെയ്യുവാനും എന്ന് പറയുമ്പോൾ സൂക്ഷിപ്പെന്ന് പറയുന്നത് അതിൻ്റെ ഭദ്രത ഇവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. രണ്ടാമത് അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന കാര്യം ഇവിടെ കൃഷി ചെയ്യുക എന്ന് പറയുന്നുണ്ട്. കൃഷി ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ തുടങ്ങി വെച്ച പ്രക്രിയ അനവരതം തുടർന്നുകൊണ്ട് പോകേണ്ട ഒരു വലിയ നിയോഗം, ഒരു ജീവിത നിയോഗം അവന് ഫലമേൽപ്പിക്കപ്പെടുകയാണ്. പക്ഷേ ഈ വ്യക്തികൾ അവിടെ ജീവിക്കുമ്പോൾ, ആദവും ഹവ്വയും അവിടെ ജീവിക്കുമ്പോൾ അവർക്ക് ഇതിൽ നിന്ന് വേറിട്ട ചില സ്വകാര്യ അല്ലെങ്കിൽ സ്വാർത്ഥതയുടേതായ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഒന്നിനെ സ്വന്തമാക്കി വെക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് വരുന്നത്. അത് ഒരു പഴം എടുക്കുക, മോഷ്ടിക്കുക എന്നുള്ളതിനേക്കാൾ ഈ പ്രകൃതിയിൽ നിന്ന് വേറിട്ട അതിന് അതീതനായി വളരാനുള്ള ദൈവത്തോടൊപ്പം എന്ന് വെച്ചാൽ പ്രകൃതിയിലായിരിക്കാൻ ഇവന് കിട്ടുന്ന നിയോഗത്തെ അവിടുന്ന് വേർപെട്ട് ദൈവത്തോടൊപ്പമാകുക, വേർപെട്ട് നിൽക്കുന്ന ഒരു വളർച്ചയിലേക്ക് ഇവൻ പോകുമ്പോൾ പാപം എന്ന സങ്കല്പം വരികയാണ്. അത് ഇവൻ്റെ ഉള്ളിൽ തന്നെ വളരുന്ന ഭയമായിട്ട് വരികയാണ്. പിന്നീട് ഈ ദൈവവുമായിട്ട് ചേരുവാനോ ഈ ഏദൻ തോട്ടത്തിൽ ഉലാത്തുവാനോ അവന് സാധിക്കുന്നില്ല. അവൻ മറഞ്ഞിരിക്കുക, ഭയപ്പെട്ടിരിക്കുക. അപ്പോൾ ഈ അവൻ്റെ നഗ്നത പോലും, അവൻ്റെ ശരീരം പോലും അവനൊരു വല്ലായ്മയായിട്ട് തോന്നുകയാണ്, ഒരു പ്രശ്നമാവുകയാണ്. അന്ന് വരെ അത് പ്രശ്നമല്ലായിരുന്നു. പിന്നീട് അവൻ്റെ ജീവിതം തന്നെ പ്രശ്നമായിട്ട് മാറുന്നു. ശിക്ഷയുടെ തട്ടകത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നു. ഇങ്ങനെയാണ് പലപ്പോഴും എനിക്ക് ആ സൃഷ്ടിയുടെ പുസ്തകം വായിക്കുമ്പോൾ ഒരു അനുഭവമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് ഒരു സുപ്രഭാതത്തിൽ ഈ ലോകം ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതിനപ്പുറം വളരെ സൂക്ഷ്മമായ ഒരു സംവിധാന ഘടനയോടുകൂടി ഈ പ്രപഞ്ചത്തെ കാലാനുഗതമായിട്ട് അതിനെ ചിട്ടപ്പെടുത്തി അതിനെ സംവിധാനം ചെയ്ത് അതിൻ്റെ അധിപനായിട്ടാണ് മനുഷ്യനെ ഏൽപ്പിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ സൂക്ഷിച്ച് അത് ഒരു വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വളരെ വിവേകബോധത്തോടു കൂടി പ്രകൃതിയെ ഉപയോഗിക്കുന്നതിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിരുന്നു മനുഷ്യൻ്റെ ആ ഒരു ജീവിതത്തിൽ ഉടനീളം അവനെ അനുഷ്ഠിക്കേണ്ടുന്ന ഒരു വലിയ ഒരു പൂജ പോലെ നമ്മളെ പ്രകൃതിയെ ആരാധനയോടുകൂടി എന്നുള്ളതിൻ്റെ അപ്പുറത്ത് പ്രകൃതിയെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയായിരുന്നു അവിടെ സൂചിപ്പിക്കപ്പെട്ടത്. പക്ഷേ ഈ മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ അനേക ലക്ഷം ജീവജാലങ്ങൾ അടങ്ങുന്ന ഒരു ശൃംഖലയായിട്ട് ഈ ഭൂമിയിലെ ജീവജന്തുജാലങ്ങളെ നമ്മൾ സങ്കല്പിച്ചാൽ ആ കണ്ണികളിൽ, ആ ശൃംഖലയിലെ ഒരു കണ്ണി മാത്രമാണ് മനുഷ്യൻ എന്നുള്ളതാണ്. അപ്പോൾ തുല്യ പ്രാധാന്യമാണ് ഈ ജീവജാലങ്ങൾക്കെല്ലാം ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ മനുഷ്യൻ അധിപനായിട്ട് തീരുകയും വിവേകബോധത്തോടുകൂടി കൈകാര്യം ചെയ്യുക എന്നുള്ള ആ ഒരു തലം വിട്ട് ദൈവത്തിൽ നിന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നത് പോലെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്നത് പോലെ ആ ശിക്ഷ ഏറ്റുവാങ്ങത്തക്ക രീതിയിൽ ഉള്ള ഒരു അകലം മനുഷ്യനും പ്രകൃതിക്കും ഇടയിൽ ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യൻ ആ ഒരു പ്രകൃതി ബന്ധത്തിൽ നിന്ന് ഉള്ള ഒരു അകലത്തിൽ ഇന്ന് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ONV കവിതയുടെ ഭൂമിക്കൊരു ചരമഗീതത്തിൽ അനിവാര്യമായിരിക്കുന്ന ആ ഒരു ഭൂമിയുടെ മൃതിയെക്കുറിച്ച്, ആസന്ന മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ആസന്ന മരണത്തിൽ ആ ഒരു ആസന്ന മരണത്തോടൊപ്പം തന്നെ മനുഷ്യനും നിലനിൽക്കുന്നില്ല, ഇവിടെ അവശേഷിക്കുന്നില്ല ആരും എന്ന് പറയുന്നുണ്ട്. അപ്പം ഭൂമിക്കൊരു അന്തിമ ഗീതം പാടുന്നതിന് വേണ്ടി
ആരും അവശേഷിക്കുന്നില്ല, മനുഷ്യരാരുമില്ല, ഈ ഞാനും എന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് ഭൂമി അത് തോട്ടത്തിൽ അവനും പുറന്തള്ളപ്പെടുകയാണ്. അവനും പുറന്തള്ളപ്പെടുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 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 ജീവിത സാഹചര്യം മനുഷ്യൻ ഭൂമിയിൽ ഒരുക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പം വിവേകത്തോടു കൂടി ഈ പ്രകൃതിയെ കൈകാര്യം ചെയ്യുക, സൂക്ഷിപ്പുകാരനായിട്ട് ഇതിനെ തലമുറകൾക്ക് കൈമാറുക എന്നുള്ളതാണ്. അത് വളരെ വിവേകബോധത്തോടു കൂടി ആ ഒരു കൈമാറ്റം നടന്നിരുന്നുവെങ്കിൽ ഇന്ന് ആ ഒരു കൈമാറ്റം അല്ല നടക്കുന്നത്, അല്ലേ? നൂറ്റാണ്ടുകൾ കഴിയും തോറും ഭൂമിയുടെ ജീവൻ്റെ നിലനിൽപ്പും ദൈവം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു 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 സംവിധാനവും അത് തകരാറിലാക്കിക്കൊണ്ട് ജീവൻ്റെ നിലനിൽപ്പ് പോലും ഇല്ലാതാകുന്ന തരത്തിൽ ആത്മഹത്യാപരമായിട്ടുള്ള ഒരു നടപടികളിലേക്കാണ് മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം, ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കേ. ഉയരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ, ഉദകം പകർന്നു വിലപിക്കാൻ. ഇവിടെ അവശേഷിക്കയില്ലാരും ഈ ഞാനും, ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു. പാരിസ്ഥിതിക പ്രകൃതി ദുരന്തങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്നാണ് ആവണം ഇത്തരത്തിലുള്ളൊരു സൃഷ്ടി വൃത്താന്തം പോലും ഉണ്ടാകാൻ. നമ്മൾ ഫേസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഹാർമണി നിറഞ്ഞ ഒരു പ്രകൃതി മനുഷ്യ ജീവിതം ഉണ്ടായിരിക്കണമെന്നില്ല. കാരണം അങ്ങനെ ഉണ്ടാകാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പറുദീസ, ഒരു നഷ്ടപ്പെട്ട പറുദീസയെക്കുറിച്ചുള്ളൊരു ചിന്ത വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് കൾച്ചറിലുടനീളം പറുദീസ നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ ആഖ്യാനങ്ങളാണ് കാണുക. പക്ഷേ ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയിലും ഉണ്ട്. ദൈവം ഇങ്ങനെ വെള്ളം, ആകാശം, പിന്നെ ഭൂമി ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ സൃഷ്ടിച്ച് ക്രമീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ ജലത്തിലാണ് ആദ്യത്തെ ജീവൻ്റെ സഞ്ചാരം ഉണ്ടാകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആണ് ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ച് രണ്ട് തരം നരേഷൻസ് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ എല്ലാത്തിനും നരേഷന് ഒറ്റ രീതിയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ഒരു സെറ്റപ്പ് ആയി കഴിഞ്ഞിട്ടുള്ള ഇവിടെ ഈ വ്യവസ്ഥയ്ക്കകത്ത് ഇടപെടാനുള്ള വിശേഷബുദ്ധി മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് ജീവജാലങ്ങൾക്ക് അത്തരം ഒരു വിശേഷബുദ്ധിയുടെ ഒരു കാര്യം വരുന്നില്ലല്ലോ. ആ വിശേഷബുദ്ധിയുടെ പ്രയോഗത്തിലാണ് വൈകല്യം തുടങ്ങുന്നത്. അവിടെ തന്നെ ആദ്യം സ്ത്രീയെ കാണുമ്പോൾ പറയുന്നത് ഏറ്റവും പോയറ്റിക്കായ ഒരു സെൻറ്റൻസാണ്, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും. ഇത്രയും കവിത നിറഞ്ഞ പെണ്ണിനെ വിളിക്കുകയായിരുന്നു. ഞാനാണ് നീ, അല്ലെ നീയാണ് ഞാൻ എന്ന് പറയുന്ന ഇവർ തമ്മിലും ചേർന്നതാണ്, ഒന്നായിരിക്കുകയാണ്. അവിടെ നിന്ന് ഇടപെട്ടോട്ടെ. അസൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, ഭൂമിയിൽ ആദ്യത്തെ കുടുംബം സ്ഥാപിച്ചപ്പം പറഞ്ഞ ഒരു സ്ഥാപന വചനമാണ്. നമ്മുടെ വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വചനം എന്തോ? ഇതെൻ്റെ നീ. അപ്പം ഇത് ആഹരിക്കുന്നതോടല്ല ഈശോ പറഞ്ഞത്, നീ എൻ്റെ ശരീരം, നീ എൻ്റെ രക്തം. അതുകൊണ്ടാണ് നിത്യ മണവാളനായിട്ടാണ് കാണുന്നത് സഭയുടെ. അപ്പോൾ രണ്ടാമത്തെ ആറെന്നാണ് ഈ ക്രിസ്തുവിനെ പിന്നെ വിളിക്കുന്നത്, പൗരസഭയിലെ പിതാക്കന്മാർ പ്രത്യേകിച്ച്. അപ്പോൾ ആദ്യത്തെ കുടുംബത്തിൻ്റെ സ്ഥാപനവും വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിനും ഒരേ സ്ഥാപന വചനങ്ങളാണെന്നുള്ളതാണ്. പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യ സൃഷ്ടിയുടെയും പ്രതീകാത്മകമായിട്ടുള്ള ഈ ആഖ്യാനത്തിൽ യഥാർത്ഥത്തിൽ അതൊരു പ്രതീകാത്മകമായ ആഖ്യാനമാണ്. കാരണം ഇതൊരു ആ കാലഘട്ടത്തിൽ മധ്യപൗരസ്ത്യ ദേശത്തുണ്ടായിരുന്ന സംസ്കാരത്തിൽ നിന്നാണ് ഇത്തരം ഒരു കാര്യം. കാരണം ആദം വൃത്താന്തം അതിനകത്തുണ്ട്, നൂഹയുടെ കഥ, ഗിൽഗമേഷ് കാവ്യം വേറൊരു രൂപത്തിലാണ് പറയുന്നത്. അതെ, അപ്പോൾ ആ ഒരു മധ്യപൗരസ്ത്യ അല്ലെങ്കിൽ ആ സെമറ്റിക് പൂർവമായിട്ടുള്ള ഒരു കൾച്ചറിൽ നിന്ന് വരുന്ന കാര്യമാണ്. അവിടെ എല്ലാം
മനുഷ്യൻ പ്രകൃതിയെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും ആലോചിക്കുമ്പം ദൈവത്തോട് ചേർന്ന് നിന്നത് തന്നെയായിട്ടാണ് കരുതുക. പക്ഷേ അവിടെ നിന്ന് ഈ തിരിവ് ഉണ്ടാകുകയാണ്. അപ്പോഴാണ് നീ തന്ന സ്ത്രീ എനിക്ക് പ്രേരിപ്പിച്ചു എന്നുള്ള അവിടെ ഏലിയനേഷൻ വരിക. ഇത് സ്വന്തമാക്കി പഴം തൻ്റെതാക്കി കൈക്കലാക്കി, അത് കഴിഞ്ഞ ഉടൻ തന്നെ അസ്ഥിയുടെ അസ്ഥി, മാംസത്തിന് മാംസമൊക്കെ പോയി. പിന്നെ അവളെ വേറൊരു അദറാണ്, അപരയായി മാറി. പാമ്പ് അപരമായി മാറി, പ്രകൃതി അപരമായി. ഇങ്ങനെ ലെവലായിട്ട് സംഭവിക്കണം. ദൈവത്തെ ഭയന്നു, ദൈവത്തിൽ നിന്ന് ഒളിച്ചു, തൻ്റെ ശരീരത്തെ ഭയന്നു, അതിനെ മറയ്ക്കാൻ ശ്രമിച്ചു, സ്ത്രീയെ അപരയാക്കി മാറ്റി കുറ്റപ്പെടുത്തി, പാമ്പിനെ പ്രകൃതി മനുഷ്യേതരമായ ജീവിയെ ശത്രുവാക്കി, അവസാനം പ്രകൃതി അവന് കംപ്ലീറ്റ് എഗൻസ്റ്റായ ഒരു സാധ്യതയായി മാറി. ഇതാണ് ശരിക്കും കൾച്ചറിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത്, സംസ്കാരം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു രേഖീയമായ ഗതി അതിനകത്തുണ്ട്. പക്ഷേ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഈ തൻ്റെ സ്റ്റെപ്പായിട്ടുള്ള ഒരുതരം പ്രപഞ്ച സൃഷ്ടിയുടെ ആഖ്യാനത്തിലൂടെ മനുഷ്യനിലോട്ട് എത്തിയ ഇതുമായിട്ട് ചേർന്ന് നിൽക്കാനാണ്. ഈ ചേരാഴികയാണ്, ഈ അന്യവൽക്കരണമാണ് പിന്നീട് രാജാവിനെ ആവശ്യപ്പെടുമ്പം ദൈവം യഹോവ അവരോട് പറഞ്ഞതാണ്, ഞാൻ നിങ്ങൾക്ക് രാജാക്കന്മാരെ തന്നാൽ അവർ നിങ്ങളുടെ പുത്രന്മാരെ പട്ടാളക്കാരാക്കും, നിങ്ങളുടെ പെൺകുട്ടികളെ അവർ വെപ്പാട്ടിമാരാക്കും, ഭാര്യമാരാക്കും. അപ്പം നിങ്ങളുടെ മക്കളെ ഇത്തരം ഒരു ഭരണം വരുമ്പോൾ അവർ നിങ്ങൾക്കൂടെ അന്യരാകുമെന്നാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് മനുഷ്യൻ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷേ വളരെ ശരിയാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഒരു പ്രോഫറ്റിക് കോളുണ്ട്. അതായത് ഈ പ്രവാചകനോട് ഇസ്രായേൽക്കാരോട് പറയുന്ന ഒരു വചനം വളരെ ശ്രദ്ധ. 2-ാം അധ്യായം 16-ാം വാക്യമാണ്. അവിടെ പറയുന്ന കാര്യം, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നതാണ്. അവൻ കൊടുക്കുന്ന ഒരു ജീവിത നിയോഗമാണ്. അപ്പോൾ പറയുന്നത് മനുഷ്യപുത്ര എന്നാണ്, എസെക്കിയേൽ എന്നല്ല പറയുന്നത്. അപ്പോൾ ഇത് മനുഷ്യവംശത്തിന് മുഴുവൻ വീണ്ടും ഈ കാവൽക്കാരനാകുന്ന പറയുന്ന ജീവിത നിയോഗത്തിലേക്ക് ദൈവം തുടർച്ചയായിട്ട് മനുഷ്യരെ ഇതിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, കാവൽക്കാരാകുക. അത് മനുഷ്യർ പറയുന്നത് ഞങ്ങൾക്ക് ഭരിക്കാൻ രാജാവ് വേണം, ഞങ്ങൾക്ക് അങ്ങനെ പറയുന്നത്, ഞങ്ങൾക്കിത് വേണ്ട എന്നാണ് പറയുന്നത്. അപ്പം മനുഷ്യൻ്റെ ഒരു ബുദ്ധിയും ദൈവത്തിൻ്റെ ഒരു പദ്ധതികളും തമ്മിൽ ഒരു കലഹത്തില്ലായ്മയുണ്ട്. ഈ ചർച്ചയില്ലായ്മ നാഗരികതയിലെല്ലാം ഉടനീളം കാണുന്നുണ്ട്. നമ്മൾ ഇതിന്ന് അഭിമുഖീകരിക്കുന്ന ഇതിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്ന ഏറ്റവും ഒരു മൂർധന്യത്തിലെത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ, കേരളത്തിലുള്ളവർ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യരെ അഭിമുഖീകരിക്കുന്ന. ഓർക്കുക, ദൈവം നമ്മെ എത്ര വലുതായി സ്നേഹിക്കുന്നു. പക്ഷേ തിരിച്ചറിവിന്റെ മാനങ്ങൾ നമ്മിൽ നിന്നും അന്യമാവുകയാണ്. കുഞ്ഞാടിന്റെ കരച്ചിൽ നമ്മെ നിത്യനരകത്തിലേക്ക് തള്ളിയിടും. അരുത്. സൂര്യനെ, ചന്ദ്രനെ, വെളിച്ചത്തെ, വായുവിനെ, പുഴകളെ, മലകളെ എന്നു വേണ്ട മരങ്ങളെയും മൃഗങ്ങളെയും വരെ മൂർത്തികളാക്കി അല്ലെങ്കിൽ ദൈവസങ്കല്പങ്ങളാക്കി ആരാധിച്ചിരുന്ന ചരിത്രം മാനവരാശിക്കുണ്ട്. അവിടെയെല്ലാം പരിസ്ഥിതി അവൻ്റെ അമ്മയെപ്പോലെയായിരുന്നു. അവൻ വളരുന്നതും നിലനിൽക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ തന്നെ ഈ അമ്മയുടെ ദാനങ്ങളിലൂടെയായിരുന്നു. അതായത് ഞാൻ ഈ പരിസ്ഥിതിയെ മനുഷ്യനുമായിട്ട് കാണുന്നത് ഒരു അമ്മയുടെ ഉദരത്തിൽ 8-9 മാസം പ്രായമുള്ള ഒരു ശിശു, ഗർഭസ്ഥനായ ഒരു ശിശുവിനെ സങ്കല്പിക്കുന്നത് പോലെയാണ്. ആ ശിശു അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ട് കൈകാലുകൾ ഇളക്കുകയും ചിലപ്പോൾ ശക്തമായി പ്രഹരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ അമ്മയ്ക്ക് വേദനിക്കുകയല്ല, മറിച്ച് അമ്മ അഭിമാനിക്കുകയും ഒരു അനുഭൂതിയിൽ അനുഭവിക്കുകയും ചെയ്യുകയാണ് അമ്മ. അതേപോലെയാണ് മനുഷ്യൻ്റെ അധിവാസത്തിനും ആഹാരത്തിനും ഒക്കെയായി നടത്തുന്ന പാരിസ്ഥിതിക ഇടപെടലുകൾ. വ്യക്തമായി പറഞ്ഞാൽ വിതയ്ക്കുക, കൊയ്യുക, ഭക്ഷിക്കുക, അങ്ങനെയുള്ള ജൈവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഈ അമ്മ സന്തോഷത്തോടുകൂടി മനുഷ്യനെയും ഇതര ജീവജാലങ്ങളെയും അതിനനുവദിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ആണ് ചെയ്തിരുന്നത്. എന്നാൽ ഇതേ കുഞ്ഞ്
ജനിച്ച് വളർന്ന് പ്രായപൂർത്തിയായി കരുത്തനായതിനു ശേഷം ഇതേ കാലുകളിലും കൈകൾ ഉപയോഗിച്ച് ഇതേ അമ്മയെ ഇടിക്കുകയും തൊഴിക്കുകയൊക്കെ ചെയ്താൽ അത് അമ്മയ്ക്ക് വലിയ ശാരീരിക മാനസിക പ്രയാസങ്ങളും വലിയ വിപത്തുകളുമാണ് അത്തരം ഇടപെടലുകൾ വരുത്തുന്നത്. അമ്മാതിരിയുള്ള പാരിസ്ഥിതിക ഇടപെടലുകളാണ് പലപ്പോഴും നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, വികസനം ആവശ്യമില്ല എന്ന്. വികസനം ആവശ്യമുണ്ട്. പക്ഷേ ഈ വികസനം പരിസ്ഥിതിയെ പൂർണ്ണമായിട്ടും ചൂഷണം ചെയ്യാത്തതും നശിപ്പിക്കാത്തതും ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിത വ്യവസ്ഥകളെ നശിപ്പിക്കാത്തതുമായിരിക്കണം. അങ്ങനെ അതിനെ നശിപ്പിച്ചുകൊണ്ട് ഒരു ആഗോളതലത്തിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോഴാണ് ആഗോള താപനം, ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന പ്രശ്നം നമ്മളെ ബാധിച്ചിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഈ വേനൽക്കാലത്ത് നമ്മൾ അനുഭവിച്ച അത്രയും ചൂട് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലും നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഇനിയും വർഷം തോറും ഈ താപനില കൂടുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മളുടെ കാലാവസ്ഥ സാരമായി വ്യതിയാനപ്പെട്ട് കഴിഞ്ഞു. സമയം തെറ്റി വരുന്ന മഴയും സമയം തെറ്റി വരുന്ന വേനൽക്കാലവും എല്ലാം കൂടെ ചേർന്നിട്ടാണ് പ്രകൃതി നമുക്ക് സൂചനകൾ തരുന്നതാണ് ദുരന്തങ്ങൾ. വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, വരൾച്ച ഉണ്ടാകുന്നു, സുനാമി ഉണ്ടാകുന്നു, ഉരുൾ പൊട്ടുന്നു, ഭൂമി കുലുക്കം ഉണ്ടാകുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അവർക്ക് ഒരിടത്ത് വന്ന് ഒരിക്കൽ വന്ന് അങ്ങ് പോകുമെന്നില്ല. ഭൂമിയുടെ വ്യവസ്ഥിതിയെ നമ്മൾ പൂർണ്ണമായിട്ടും തകർത്തതിൻ്റെ ഭാഗമായിട്ട് ഭൂമി നമുക്ക് തരുന്ന സൂചനകളാണ് ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. ഇവിടെയൊക്കെ നമ്മൾ വേദോസത്തിൻ്റെ വചനങ്ങളും ക്രിസ്തു എന്താ പറഞ്ഞിരിക്കുന്നതെന്നും യഹോവ എന്താണ് ആദിമ മനുഷ്യനോട് ആവശ്യപ്പെട്ടതെന്നും ചിന്തിക്കേണ്ടതുണ്ട്. യഹോവ ആദിമ മനുഷ്യനോട് ആവശ്യപ്പെട്ടത് അവനെ കാവൽക്കാരനായിട്ടാണ് ഭൂമിയിലേക്ക് വിട്ടത്, ഭൂമിയെ ചൂഷണം ചെയ്യാനല്ല. 12-ാമത്തെ വയസ്സിൽ യേശുവിനെ ദേവാലയത്തിൽ വെച്ച് കണ്ടതിന് ശേഷം ദീർഘനാളത്തേക്ക് 30-ാമത്തെ വയസ്സുവരെ യേശുവിനെ നാം കാണുന്നില്ല. സുവിശേഷങ്ങളെല്ലാം മൗനം പാലിച്ചിരിക്കുന്നു. അവശേഷിക്കുന്ന 3 വർഷമാണ്. അതും ഇടയ്ക്കിടെ മിന്നൽ പിണരുപോലെ യേശു ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും സുവിശേഷം പ്രഘോഷിക്കുന്നതും. ഈ 3 വർഷത്തിൻ്റെ ഇടവേളകളിൽ യേശു എവിടെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ചില സൂചനകൾ കിട്ടുന്നുണ്ട്. കാടിനുള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന യേശുവിൻ്റെ ചിത്രം സുവിശേഷത്തിൽ സാധാരണമാണ്. തിരമാലകൾക്കിടയിൽ നിന്നും ഇറങ്ങി വരുന്ന യേശുവിൻ്റെ ചിത്രവും നമുക്കുണ്ട്. യേശു പ്രകൃതിയിൽ വിലയം പ്രാപിച്ചും പ്രകൃതി യേശുവിൽ വിലയം പ്രാപിച്ചും സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്ന യേശുവിൻ്റെ ചിത്രം ഇതാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ ക്രിസ്തുവിലൂന്നിയാണ് നിൽക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മീയത എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ക്രിസ്തു ഒരിക്കലും പ്രകൃതിയിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിന്നിട്ടില്ല. ക്രിസ്തുവിന് ഉപവസിക്കാൻ, മെഡിറ്റേഷന്, ചിന്തിക്കാൻ വേദന വന്നപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടപ്പോഴൊക്കെ ക്രിസ്തു മലമുകളിലേക്കോ ഏതെങ്കിലും തോട്ടങ്ങളിലേക്കോ ഒറ്റയ്ക്ക് മാറിയിരുന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അദ്ദേഹം മലമുകളിലേക്കും വൃക്ഷലതാദികളുടെ ഇടയ്ക്കും മാറിയിരുന്ന് ഈ ധ്യാനത്തിൽ മുഴുകുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്? നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ശ്രീബുദ്ധൻ മരത്തിൻ്റെ ചുവട്ടിൽ ബോധിവൃക്ഷത്തിൻ്റെ കീഴിലിരുന്ന് മെഡിറ്റേഷനിൽ മുഴുങ്ങിയപ്പോഴാണ് സിദ്ധാർത്ഥൻ ബുദ്ധനായിട്ട് മാറിയത്. ഓരോ വൃക്ഷത്തിനും അതിൻ്റേതായ പ്രത്യേക പ്രാണ ഉണ്ട്, അതിൻ്റേതായ പ്രത്യേക ഓജസ്സുണ്ട്. അതിനകത്ത് ഒരു വിഷം അല്ല മലിനീകരണം കലരാതിരിക്കുന്നിടത്തോളം കാലം ആ വൃക്ഷത്തിൻ്റെ ശീതളമേൽ നമ്മൾ ഇരിക്കുമ്പോൾ, അവിടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ
അതിൻ്റെ ശാന്തത, ആ ഓജസ് ഒരു പരിധി വരെ നമ്മളുടെ ആത്മാവിനെ സാന്ത്വനപ്പെടുത്തുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്രിസ്തു അതുകൊണ്ടായിരിക്കും പലപ്പോഴും മലമുകളിലേക്ക് അവൻ വാങ്ങിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിയിൽ ദൈവമുണ്ടെന്ന് പറയുന്നതിൽ തെറ്റില്ല. പ്രകൃതി ദൈവമാണെന്ന് പറയുന്നിടത്താണ് തെറ്റ്. ആകാശത്തിൽ ദൈവമുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ ഇന്ന് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ പഴയ പരിഭാഷ ആകാശത്തിലുള്ള ഞങ്ങളുടെ ബാവ എന്നാണ്. ആകാശത്തിൽ ബാവ ഉണ്ട്, ഭൂമിയിലും ബാവയുണ്ട് എന്ന് പറയുന്നത് പ്രകൃത്യാരാധനയല്ല, പ്രകൃത്യതീതമായ ആരാധനയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിത ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. മഴുതിന്ന മാമര കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ചെറുതിളക്കി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിത ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. മഴുതിന്ന മാമര കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ചെറു